ഹായ് ഓൾ, എല്ലാവർക്കും BZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇപ്പൊ ഞാൻ വന്നിട്ടുള്ളത് RBIയുടെ ഏറ്റവും പുതിയ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 10th ലെവലും +2 ലെവൽ ഉള്ളവർക്ക് മാത്രം എഴുതാൻ പറ്റുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ്. ആൻഡ് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. റിക്രൂട്ട്മെന്റ് ഫോർ ദ പോസ്റ്റ് ഓഫ് ഓഫീസ് അറ്റൻഡന്റ് ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വന്നിരിക്കുന്നതാണ്. ഓൾ ഇന്ത്യ ലെവലിൽ നമുക്ക് 572 പോസ്റ്റ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ആൻഡ് ബാക്കി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് നോക്കാം. അപ്പോൾ വെബ്സൈറ്റ് ഇതിന് ഓപ്പൺ ആയിട്ടുള്ള അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ January 15, 2026 മുതൽ February 4, 2026 വരെയാണ്. ആൻഡ് ഇതിൻ്റെ പേയ്മെൻറ്റ് വരുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഓൺലൈൻ പേയ്മെൻ്റ് ആണ്. സെയിം ഡേറ്റിൽ തന്നെയാണ് നിങ്ങൾക്ക് വരുന്നത്. ആൻഡ് ടെൻറ്റേറ്റീവ് ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് February 28 March 1 ഓൾറെഡി നമുക്ക് എക്സാമിൻ്റെ ഡേറ്റും എന്ത് ചെയ്തിട്ടുണ്ട് അവർ പറഞ്ഞിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഈ എക്സാമിൻ്റെ ഡീറ്റെയിൽസ് എന്ന് നമുക്ക് നോക്കാം. റീസണിങ്ങിന് 30 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. മാക്സിമം മാർക്ക് 30 ആണ്. ജനറൽ ഇംഗ്ലീഷിന് 30 മാർക്ക്, മാക്സിമം മാർക്ക് 30 ആണ്. ആൻഡ് അടുത്തത് ജനറൽ അവയർനെസ് 30, മാക്സിമം മാർക്ക് 30 ആണ്. ഇനി ന്യൂമറിക്കൽ എബിലിറ്റി 30, മാക്സിമം മാർക്ക് 30 ആണ്. അതുപോലെ 120 നമുക്ക് മാർക്ക് വരുന്നത്. ഇത് സെക്ഷണൽ വൈസ് ആയിട്ടുള്ള കട്ട് ഓഫ് ആയിരിക്കും. അതായത് ഫസ്റ്റ് നമുക്ക് റീസണിങ്ങിൻ്റെ 30 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതിൽ ഓരോ തെറ്റുത്തരത്തിനും നിങ്ങൾക്ക് 0.4 വെച്ചിട്ടാണ് എന്ത് വരുന്നത്, കട്ടാവുന്നത്. അതേപോലെ തന്നെ ഓരോ സെക്ഷണൽ വൈസ് ആയിട്ടായിരിക്കും. റീസണിങ്ങിന് നിങ്ങൾ ഇത്ര മാർക്ക് കിട്ടിയാലാണ് അത് കട്ട് ഓഫ് ആവുള്ളൂ. അതായത് ഇത്ര ക്വസ്റ്റ്യൻസ് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്ക് അടുത്തതിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം സെക്ഷണൽ വൈസ് ആയിട്ടുള്ള കട്ട് ഓഫ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഇവിടെ വരുന്നത്. അതുപോലെ ജനറൽ ഇംഗ്ലീഷിനും 30, അവിടെ നിങ്ങൾക്ക് 30 മാർക്കാണ്. അതിലൊരു ജനറൽ ആയിട്ടുള്ള ഒരു കട്ട് ഓഫ് ഉണ്ടാകും. അത് കടന്നാലാണ്, അത് നിങ്ങൾക്ക് പാസ്സായാലാണ് എക്സാം കംപ്ലീറ്റ്ലി ക്വാളിഫൈഡ് ആക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് എന്തുണ്ടാകും, നിങ്ങൾക്ക് സെക്ഷണൽ കട്ട് ഓഫ് ഉണ്ടാകും. ആൻഡ് കമ്പോസിറ്റ് ടൈം എന്ന് പറയുന്നത് 90 മിനിറ്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പേ സ്കെയിൽ നമുക്ക് നോക്കാം. ഇതിനകത്ത് മെയിനായിട്ടും 24,250 ആണ് പെർ മന്ത് വരുന്നത്. പക്ഷേ ഇതിൻ്റെ കൂടെ നമുക്ക് വ്യത്യാസമുണ്ട് കേട്ടോ. ഓരോ പേ സ്കെയിൽ അനുസരിച്ച് ഇൻ ഹാൻഡിൽ നിങ്ങൾക്ക് HRO കൂടാതെ നമുക്ക് ഏകദേശം ഇൻ ഹാൻഡ് ആയിട്ട് എങ്ങനെയാണെങ്കിലും ഒരു 46,000 രൂപ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഹൗസ് റെൻറ്റ് അലവൻസ് 15% ആണ് കേട്ടോ. നമ്മുടെ സാലറിയുടെ 15% ഒക്കെ അഡീഷണലി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അത്യാവശ്യം നല്ലൊരു പേ സ്കെയിലും നല്ലൊരു ലൈഫ് സ്റ്റൈൽ. അത് മാത്രമല്ല നിങ്ങൾക്ക് ഇൻഷുറൻസ്, അതുപോലെ നമുക്ക് സ്പെക്സ്, അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ്, വെഹിക്കിൾ ഇൻഷുറൻസ്, ഹോം, അതുപോലെ തന്നെ പല പല കാര്യങ്ങളും അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ കൂടെ ലഭിക്കുന്നുണ്ട്. ഇനി മെയിനായിട്ടും ഇതിന് പേയബിൾ, അതായത് ഫീസ് നോക്കുകയാണെങ്കിൽ SC ST PWBD EXX അതിനൊക്കെ വേണ്ടിയിട്ട് ഏകദേശം എത്രയാണ് നമുക്ക് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്, 50 ആണ് വരുന്നത്. പ്ലസ് 18% GST. ജനറൽ കാറ്റഗറിക്കും OBCക്കും അതേപോലെ തന്നെ EWS കാറ്റഗറിയിലും ആപ്ലിക്കേഷൻ ഫീസ് 450 + 180 ആണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് വരുന്നത്. ഇത്ര എമൗണ്ട് ആണ് നമുക്ക് ഫീസ് വരുന്നത്. ഇനി അതുപോലെ തന്നെ ഒരു കാര്യം കൂടി മനസ്സിലാക്കാം. ഈ RBIയുടെ OA എന്ന് പറയുന്നത് ഡിഗ്രിക്കാർക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇതിന് നമുക്ക് കേരളത്തിൽ നിലവിൽ എന്ത് ചെയ്തിട്ടില്ല, വേക്കൻസി വിളിച്ചിട്ടില്ല. പിന്നെ നമുക്ക് വരുന്നത് ഏതാണ്, ചെന്നൈയിലേക്കാണ് വരുന്നത്. അതുപോലെ തന്നെ പറ്റുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ചതിന് ശേഷം അപ്ലൈ ചെയ്യുക. അതായത് ചെന്നൈയിലേക്കാണ്. എനിക്ക് തോന്നുന്നു ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ എന്താണ് നമുക്ക് ആ ഒരു ഏരിയയിലേക്ക് അതൊന്ന് അന്വേഷിച്ചിട്ട് മാത്രം നിങ്ങൾ ഒന്ന് അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. RBIയുടെ ഈ ഒരു നോട്ടിഫിക്കേഷൻ ആണ് പുതുത് വന്നിരിക്കുന്നത്. ഏതൊരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മൾ ഈ ഒരു ചാനൽ വഴി നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാലും ഓൺ ദി സ്പോട്ടിൽ തന്നെ നിങ്ങളിലേക്ക് നമ്മളത് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു.